ഹലോ എവരിവൺ. അപ്പം നമ്മുടെ പരീക്ഷയിലേക്ക് ഇനി ഏകദേശം 30 ദിവസങ്ങളെ കഷ്ടിച്ചുള്ളൂ എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു 30 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ, സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്മാർട്ട് വർക്കിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം. അത്ര ഒരുപാട് കാര്യങ്ങൾ, അത് ടൈം ബോണ്ടിങ് ആയിരിക്കണം. അത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും 30 ഡേയ്സിൻ്റെ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൺസേണുകൾ, ഉത്കണ്ഠകൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾ NTA വിളിക്കുക. NTA വിളിക്കാനുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഈ 2 നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ NTA UGC നെറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ആ 5ാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക. ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിക്കും, അത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ആദ്യം നിങ്ങൾ ഒരു സ്മാർട്ട് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 2 പേപ്പറുകളാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ജനറൽ പേപ്പറും അതുപോലെ തന്നെ മെയിൻ പേപ്പറും. ജനറൽ പേപ്പറിൽ നമുക്ക് 10 യൂണിറ്റ് പഠിക്കാനുണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ 50 ചോദ്യങ്ങൾ. ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്ന് പറയുമ്പോൾ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ജനറൽ പേപ്പറിൽ ഉണ്ടാവാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് 10 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് ഇത്ര ചോദ്യം വരും എന്ന് പറയുന്നില്ല. എന്നാൽ ഫസ്റ്റ് പേപ്പറിൽ അത് പറയുന്നുണ്ട്, സെക്കൻഡ് പേപ്പറിൽ അത് പറയുന്നില്ല. നമുക്കിവിടെ 200 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് 300 മാർക്കാണ് ടോട്ടൽ നമുക്ക് വരുന്നത്. അപ്പോൾ മെയിൻ പേപ്പറിൽ, നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ ഏതൊക്കെ ഏരിയാസ് ആണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ജനറൽ പേപ്പറിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന യൂണിറ്റുകളുണ്ട്. ഡെയിലി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളുണ്ട്. അത്തരം യൂണിറ്റുകളെയൊക്കെ മനസ്സിലാക്കി വേണം നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്കിനി ഇന്നേ സമയം നിങ്ങൾ പഠിക്കണമെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു 5 മണിക്കൂർ മുതൽ ഒരു 8 മണിക്കൂർ വരെ ഡെയിലി പഠിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ 30 ദിവസം വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ജനറൽ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ, ഇപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ റീസണിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ചോദ്യങ്ങൾ ഷുവറായിട്ട് നമുക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, അതിലും ഇതേപോലെ തന്നെയാണ്. പിന്നെ വരുന്നൊരു യൂണിറ്റാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 യൂണിറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പേപ്പറിൽ ബാക്കി 6 യൂണിറ്റുകളാണുള്ളത്. തിയറി യൂണിറ്റുകളാണ്. ഈ യൂണിറ്റുകൾ കൃത്യമായിട്ട് സിലബസ് വൈസ് പഠിച്ച് അതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമുക്ക് പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ പരീക്ഷയ്ക്കായിട്ട് ചോദ്യങ്ങൾ വരുന്നത്, ആ രീതിയിൽ വേണം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പരീക്ഷയുടെ മോക്ക് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണോ പരീക്ഷ വരുന്നത് ആ രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത്തരം മോക്ക് ടെസ്റ്റുകൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഇപ്പൊ ജനറൽ പേപ്പറിന്റെ കാര്യം അങ്ങനെയാണ്. പേപ്പറിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അതിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി, നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം അതിലേക്ക് ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അപ്പൊ മെയിൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് 200 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, അല്ലെ? അപ്പൊ അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ 2 പേപ്പറിന്റെയും പൂർണ്ണമായിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ബേസിക് നോളജ്
മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ. നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ 5 ചോദ്യങ്ങൾ 10 മാർക്കിന് നമുക്കുണ്ടാവും. ഓക്കെ, നമ്മൾ ഡെയിലി ഇനി അങ്ങോട്ടേക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഡെയിലി നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഫ്രീ ആയിട്ട് തന്നെ ഇനി മുതൽ ലഭിച്ചു തുടങ്ങും. ഇനി നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മെയിൻ പേപ്പറിലെല്ലാം തന്നെ 10 ചോദ്യങ്ങളാണ് വരുന്നത് 20 മാർക്കിനുള്ളത്. അപ്പോൾ 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇത്. ജനറൽ പേപ്പറിൽ സിലബസിൽ ഉള്ളതാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ ഔട്ട് ഓഫ് സിലബസ് ആണ് 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് ഈ 2 കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് 30 മാർക്കാണ്. ഈ 30 മാർക്കും നമുക്ക് നേടാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഡെയിലി കുറച്ച് സമയം, ഒരു 1 അവർ അതിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ഇനിയുള്ള 30 ദിവസങ്ങളിലെ 1 മണിക്കൂർ നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ പറഞ്ഞ 1 അവർ നമ്മൾ ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമ്മുടെ സിലബസ് റിലേറ്റഡ്, നമ്മുടെ മെയിൻ പേപ്പറിൽ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് 10 ചോദ്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് 30 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, തീരെ കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡെയിലി ഒരു 1 അവർ ഇതിനായിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫിക്കൽട്ടി ലെവലാണ്. നമ്മുടെ 20 യൂണിറ്റുകൾ, അതിൽ നമുക്ക് ഈസി യൂണിറ്റുകൾ ഉണ്ടാവും, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടാവും, നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടാവും. ഇതിനെ 3നെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് നമ്മൾ സിലബസിനെ പറ്റി കൃത്യമായിട്ട് അറിയണം. നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഈസി യൂണിറ്റുകൾ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. നമ്മൾ അതിനകത്ത് പിന്നീട് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് റിവിഷൻ ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു മോഡറേറ്റ് ലെവലിലുള്ള യൂണിറ്റുകൾ ഉണ്ടാകും. അതിന് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ. അതിന് നമുക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതിനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. നമ്മുടെ ഈസി യൂണിറ്റുകൾ പഠിച്ചു തീർക്കാനായിട്ട് നമ്മൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ മോഡറേറ്റ് ലെവലിന് നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് നോട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് വളരെ ഹാർഡ് ആയിട്ടില്ല, പലർക്കും ഹാർഡായിട്ട് വരുന്ന ഫസ്റ്റ് പേപ്പറിലെ യൂണിറ്റുകളാണ് മാത്തമെറ്റിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഈ യൂണിറ്റുകൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് എത്ര സമയം കൊടുക്കണം എന്നുള്ളത് ഓരോ ഡേയിലും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ തരംതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈസി യൂണിറ്റുകൾ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കുക. മോഡറേറ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് കൃത്യമായിട്ട് സമയം കൊടുത്ത് പഠിക്കുക. ഇതിനെ ഈ 30 ഡേയ്സിൽ ഒരു ദിവസത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ ഇത് പഠിക്കണം എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഹാർഡായിട്ടുള്ള യൂണിറ്റുകൾ ഏറ്റവും നല്ലത് പരീക്ഷ വരെ, അതായത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ ആ സ്റ്റാർട്ടിംഗ് പീരീഡ് മുതൽ പരീക്ഷ വരെ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. യാതൊരു കാരണവശാലും അതിനെ മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ടുള്ള ടച്ച് വിട്ടുപോകും. അങ്ങനെ ഈ ഹാർഡ് യൂണിറ്റുകൾ നമ്മൾ വളരെ പെട്ടെന്ന് മറക്കുന്ന യൂണിറ്റുകളായിരിക്കും, നമ്മളോട് മറന്നുപോകും. കാരണം നമുക്കത് ആ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഓർമ്മയുണ്ടാവൂ എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ പേപ്പറിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഹാർഡ് യൂണിറ്റുകളും ഈസി യൂണിറ്റുകളും മോഡറേറ്റ് യൂണിറ്റുകളും ഉണ്ടാവും. അപ്പൊ എവിടെ നമ്മൾ ഹാർഡായിട്ടുള്ള യൂണിറ്റുകൾ പഠിക്കുന്നു അതിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുക. അതിന് കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കൈവിടാതെ മറ്റുള്ള പഠനത്തിനോടൊപ്പം തന്നെ അതും കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ഈ 30 ഡേയ്സിൽ 1ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇതിനൊക്കെ ആയിട്ട് എങ്ങനെ സമയം ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കുക. കാരണം പലർക്കും ലഭിക്കുന്ന സമയം പല രീതിയിലാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ സമയം ലഭിക്കുന്നു, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠന രീതികൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കി വേണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ. അതാണ് 2ാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം റിവിഷൻ ആൻഡ് PYQ. റിവിഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ മാറി വരുന്ന പരീക്ഷാ രീതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈസി യൂണിറ്റ് പഠിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ മോഡറേറ്റ് യൂണിറ്റ് പഠിച്ചാലും നമ്മുടെ ഹാർഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ പഠിച്ചാലും അതിൽ കൃത്യമായിട്ട് റിവിഷൻ ആയിട്ടുള്ള സമയം, റിവിഷൻ എന്ന് പറയുന്നത്
നമുക്ക് ഒരു ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ആവർത്തിച്ച് കണ്ട് അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ജനറൽ പേപ്പറിലാണെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷനെയും മാത്തമെറ്റിക് റീസണിംഗ്, ലോജിക്കൽ റീസണിംഗിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളതാണ്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ ബേസിക് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ബേസിക് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകാൻ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഇതിന്റെയൊക്കെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിൽ റിവിഷൻ PYQനായിട്ടും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റീഡിംഗ് കോമ്പ്രഹെൻഷനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക, നമ്മുടെ സിലബസ് മനസ്സിലാക്കി, നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കി ആ പഠനത്തിനായിട്ട് നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കുക. അതുപോലെ തന്നെ റിവിഷനും PYQനായിട്ട് നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കുക. PYQ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തിയിരിക്കണം. ഇതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നതിന് ശേഷം കൃത്യമായ രീതിയിൽ പരീക്ഷയുടെ അതേ പാറ്റേണിൽ മോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഒരുപാട് ഗുണം ചെയ്യും. എക്സാം ഹാളിലെ കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടോ അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയനഷ്ടത്തെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ പഠന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, കൺസേൺ ആവേണ്ടതില്ല. അപ്പോൾ എക്സാം ഹാളിലെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സാം ഡേറ്റിന്റെ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എക്സാം ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ പഠനത്തിൽ എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കുമല്ലോ, എക്സാം ഹാളിൽ ഇങ്ങനെയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ എങ്ങനെ ടൈം നമ്മൾ മാനേജ് ചെയ്യും, അതൊന്നും ഇപ്പൊ നിങ്ങളുടെ കൺസേൺ അല്ല. നിങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് അതിൽ റിവിഷൻ ചെയ്ത് അതിൽ PYQ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അതായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ എയിം. അതാണ് നമ്മുടെ ഒരു സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടില്ല നമ്മുടെ പഠനത്തിന് ബാധിക്കാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ വെറീഡ് ആവേണ്ടതില്ല. ഇപ്പൊ എക്സാം ഡേറ്റും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാം ഹാളിലെ കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് പോകുന്നതിന് 1-2 ദിവസം മുമ്പേ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ആ സമയത്ത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ള ഈ 30 ഡേയ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങൾ പഠനം മാത്രം, നിർത്താതെയുള്ള പഠനം, നമുക്ക് ലഭിക്കുന്ന സമയം മുഴുവനും പഠനത്തിലേക്ക് കൊടുക്കുക. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇടവിട്ട് പഠിക്കുന്ന രീതികളും അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ മാത്രമേ നമ്മളൊരു സ്മാർട്ട് സ്റ്റഡിയിലേക്ക് എത്തൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സാം ഹാൾ ഇതൊന്നും ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള കൺസേൺ അല്ല. അത് നമുക്കൊരു പരീക്ഷയുടെ 4 ദിവസം മുമ്പേ പരീക്ഷാ ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏത് രീതിയിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, റീഡിംഗ് കോമ്പ്രഹെൻഷൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, പരീക്ഷാ ഹാളിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സാമിന്റെ വളരെ അടുത്ത് 1-2-3 ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കാം. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് ചെല്ലുന്നതിന് മുമ്പേ അത് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, വളരെ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സബ്ജക്റ്റിലെ മാക്സിമം കട്ട് ഓഫ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഇപ്പൊ കൊമേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരു 200-ലൊന്നും കൂടാറില്ല. JRFന്റെ കട്ട് ഓഫ് 200 മാർക്കിലൊന്നും കൂടാറില്ല. അപ്പൊ നമ്മളൊരു 200 മാർക്ക് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മെയിൻ പേപ്പറിൽ എത്ര മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും, ജനറൽ പേപ്പറിൽ എത്ര മാർക്ക് നമ്മൾ നേടണം എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ബോധ്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ എത്രത്തോളം ക്ലിയർ ചെയ്യാൻ സാധിക്കണം. നമ്മളിപ്പോ മെയിൻ പേപ്പറിൽ ഒരു 65 ചോദ്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. ജനറൽ പേപ്പറിലാവുമ്പോൾ 35 ചോദ്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് 200 മാർക്ക് അവിടെ ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ബാക്കി വരുന്ന ഇതിലെ 35 ചോദ്യങ്ങളും ഇതിലുള്ള 15 ചോദ്യങ്ങളും നമുക്ക് ബോണസ് ആയിട്ട് വേണം കണക്കാക്കാൻ. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മാർക്ക് ടാർഗറ്റ് ചെയ്യാനെന്നുള്ളതാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഈ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഏതൊക്കെ ടോപ്പിക്കുകൾ ഈസി ആയിട്ടുണ്ടോ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒന്നുപോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഇത് രണ്ടിനും ഒരേപോലെ ഇത് ബാധകമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊന്നും ഒരു സ്മാർട്ട് സ്റ്റഡി നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കില്ല. ഇത്തരത്തിൽ വളരെ കൃത്യമായി പരീക്ഷ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വേണം നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോ നിങ്ങളുടെ വിഷയത്തിൽ വരുന്ന മാക്സിമം കട്ട് ഓഫ് എത്രയാണോ ആ കട്ട് ഓഫ് മനസ്സിലാക്കുക.
അതിനനുസരിച്ച് പഠനം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം. സമയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു 5 മുതൽ 8 മണിക്കൂർ വരെ ഡെയിലി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങൾ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സമയം മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. എക്സാം ഹാളിലെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എക്സാം ഹാളിനെ പറ്റിയിട്ടോ പരീക്ഷാ രീതികളെ പറ്റിയിട്ടോ ഒന്നും ഇപ്പോൾ കൺസേൺ ആവേണ്ടതില്ല. പ്രിപ്പറേഷൻ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യാം, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു മാരത്തോൺ ആണ്. നമുക്കറിയാം 6% പേർക്ക്, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 6% പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. ഒരു പെർസെന്റേജ് ഇല്ല. ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ട് ഇത്തവണ 0.72 ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ JRF എന്ന് പറയുന്നത് 1% ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലും വളരെ കുറച്ച് പേർക്കേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്കൊക്കെ എത്തുന്നത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഏറ്റവും നന്നാവണമെങ്കിൽ നമ്മളൊരു മാരത്തോൺ രീതിയിലേക്ക് മാറണം. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർത്താതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സ്മാർട്ട് വർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ നിർത്തരുത്. നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് നമ്മളൊരു ഹാർഡ് വർക്കിൽ നിന്നും നമ്മുടെ പഠനം എങ്ങനെ സ്മാർട്ട് സ്റ്റഡിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് JRF നേടാൻ സാധിക്കും. വലിയൊരു ചാൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ആരും തന്നെ മിസ് ചെയ്യരുത്. വളരെ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഒരു 30 ഡേയ്സിന്റെ വളരെ കൃത്യമായിട്ടുള്ള സ്മാർട്ട് പ്ലാൻ നമ്മളിവിടെ നൽകി കഴിഞ്ഞു. ഇതനുസരിച്ച് നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓരോന്നും പരീക്ഷയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.